മക്കളെ, കുറെ നോട്ടിഫിക്കേഷൻസ് വരുന്നു, എല്ലാവരും അങ്ങോട്ട് തകൃതിയായിട്ട് അങ്ങോട്ട് പഠിച്ചങ്ങ് പോകുന്നു. അത് കഴിഞ്ഞ് വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നു, അടുത്തതിനങ്ങ് പഠിക്കുന്നു. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ വേണ്ടത്? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ ഇംഗ്ലീഷിൽ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാൾ, അയാൾക്ക് SSC എക്സാംസ് പഠിച്ചാൽ അവിടെ ജോലി കിട്ടാനുള്ള സാധ്യത എന്തായിരിക്കും? കുറവായിരിക്കും. അതേസമയം മാത്സിന് നല്ലോണം സ്കില്ലുള്ള ഒരാൾ, അവർ ഏതിനും തന്നെ ഫോക്കസ് ചെയ്യണം. സെൻട്രൽ എക്സാംസിനും അത് കഴിഞ്ഞ റെയിൽവേ എക്സാമിനും ഫോക്കസ് ചെയ്യണം. അവർക്ക് പക്കയായിട്ട് ജോലി ഉറപ്പാണ്. അപ്പൊ ഇതുപോലെ ഒരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 1,900 നോട്ടിഫിക്കേഷൻസ് വരുന്നു. എല്ലാവരും ഓരോ പോസ്റ്റിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അങ്ങ് പ്രിപ്പറേഷൻ തുടങ്ങുന്നു. അപ്പൊ സത്യത്തിൽ ഇതാണോ യഥാർത്ഥത്തിൽ വേണ്ടത്? ഒരിക്കലുമല്ല. ഓരോ കുട്ടിയും ആ കുട്ടിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഓരോ എക്സാമിനായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അവസരം നമ്മൾ സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് അടുത്ത് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഏതെല്ലാമാണ്, നിങ്ങളുടെ സ്ട്രെങ്ത് ഏരിയ ഏതാണ്, വീക്ക് ഏരിയ ഏതാണ്, അതെല്ലാം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു അവസരം പാഴാക്കേണ്ട, താഴത്തെ ഈ ഒരു ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കും.